നമ്മുടെ സെലിബ്രിറ്റീസ് വരെ എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവരെയൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു പാസ്പോർട്ട്, ഒരു വെള്ള പാസ്പോർട്ടും കാണിച്ചു പോകുന്ന ഒരു ജോലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലിക്ക് ആകെ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത വെറും ഡിഗ്രിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത്തരത്തിലുള്ള ഒരു ജോലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ചിലവിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വിദേശത്ത് താമസിക്കാനും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ ഇന്റർനാഷണൽ സ്കൂളുകളിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നടത്താനും ഒക്കെയുള്ള ഒരുപാട് അവസരങ്ങളുള്ള ഒരു ജോലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന ജോബ് പ്രൊഫൈലാണ്. സോ ഇത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ MEAയുടെ കീഴിൽ വരുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. സോ SSCയുടെ ഭാഗമായിട്ടുള്ള, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം അല്ലെങ്കിൽ CGL എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി എലിജിബിലിറ്റി ഉള്ള 30 വയസ്സിൽ താഴെയുള്ള ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ CGL എക്സാമിൽ ഒരു 36 പോസ്റ്റുകളുണ്ട്. അപ്പൊ അതിൽ പെട്ട ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു ക്ലറിക്കൽ പോസ്റ്റ്. ഈ ഒരു പോസ്റ്റ് പല മിനിസ്ട്രികളിലും വരുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. അത് മാത്രമല്ല CSS ഉണ്ട്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഉണ്ട്, പിന്നെ റെയിൽവേസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മിനിസ്ട്രികളിലും ഈ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ആഡ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ കസ്റ്റംസറി ഓഫീസർ, ഇൻസ്പെക്ടർ, ടാക്സ് അസിസ്റ്റന്റ്, ഓഡിറ്റർ, അക്കൗണ്ടന്റ് തുടങ്ങി 36 പോസ്റ്റുകളാണ് CGLൽ വരുന്നത്. അപ്പൊ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ ജോലിയുടെ പ്രത്യേകതകൾ, എങ്ങനെ നിങ്ങൾക്കും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഒരു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആകാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈ ജോലിയുടെ എല്ലാ ബെനിഫിറ്റ്സും പ്രത്യേകതകളും അടക്കം നമ്മൾ കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. മുഴുവൻ കാണുക, എങ്കിൽ മാത്രമാണ് ഇതിന്റെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SSC CGL എക്സാമിനേഷനിലൂടെ നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് ASOs ഇൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഫോറിൻ റിലേഷൻസ് സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ജോലിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ IFS ഓഫീസേഴ്സിന്റെ, അതായത് ഇന്ത്യൻ ഫോറിൻ സർവീസിന്റെ ഓഫീസേഴ്സിന്റെ കീഴിലായിട്ടായിരിക്കും. കൂടുതലും ക്ലറിക്കൽ ജോലികൾ തന്നെയാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ നോട്ടിങ്ങും ഡ്രാഫ്റ്റിങ്ങും കമ്പൈലിംഗ്, മെയിൽ സെൻഡിങ്, അത്തരത്തിലുള്ള ജോലികൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇനി ഈ ഒരു ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റൊരു ജോലിക്കും ഇല്ലാത്തതുപോലെ ഫോറിൻ പോസ്റ്റിംഗ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് ഈ ഒരു ജോലി. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് SSC CGL ഒക്കെ എഴുതുന്നവരുടെ നമ്പർ 1 ചോയ്സ് ആയിട്ട് ഇപ്പം ഈ ഒരു പോസ്റ്റ് മാറിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഇൻകം ടാക്സ് ഓഫീസറും ഇൻസ്പെക്ടറും ഒക്കെ ആയിരുന്നു. ഇപ്പം ഒത്തിരി ടോപ്പേഴ്സും പ്രിഫർ ചെയ്യുന്ന ഒരു ജോലിയാണ് ASO ഇൻ MEA എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കും ഒരു MEAയിൽ ASO ആകാൻ പറ്റുക എന്നുള്ളതാണ്. സോ അതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ട്രെയിനിങ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നേരെ നമ്മുടെ CGL എക്സാമിനേഷൻ എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ടോപ്പ് 200 റാങ്ക്സിൽ വരുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ഒരു ജോലിയിലേക്ക് എത്തുള്ളൂ. കാരണം അതിന്റെ വേക്കൻസീസ് അത്രയാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോറിൻ പോസ്റ്റിങ്ങും ബാക്കിയുള്ള ബെനിഫിറ്റ്സും കാരണം ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോലിയാണിത്. ഹൈലി ഡിമാൻഡിങ് എന്ന് വെച്ചാൽ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ടോപ്പേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റും ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് നല്ല സ്കോർ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ സാധാരണ CGL എക്സാം എഴുതുക. Tier 1 and Tier 2 നിങ്ങൾ ക്ലിയർ ചെയ്യുക, നല്ലൊരു റാങ്ക് മേടിക്കുക. ഇനി ഇവിടെ ഫിസിക്കൽ റിക്വയർമെന്റ്സോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര ഹൈറ്റ് സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഇത്ര വെയിറ്റോ വിഷൻ അങ്ങനെ യാതൊരു റിക്വയർമെന്റ്സും ഇല്ല. നിങ്ങൾ ഫിസിക്കലി മെഡിക്കലി ഫിറ്റ് ആയിരിക്കുന്ന, അതായത് വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൽനെസ്സസ് ഒന്നും ഇല്ലാത്ത ആളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം MEAയിൽ ഡയറക്റ്റ്ലി ജോലിക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് എലിജിബിലിറ്റി ആണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി മാത്രം
മതി. അത് ഇന്ന സബ്ജക്റ്റിൽ വേണമെന്നില്ല, ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കട്ട് ഓഫ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. സോ ഈ ഏജ് ലിമിറ്റിലുള്ള ആർക്കും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇത് ജനറൽ കാറ്റഗറി, അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. ഇനി നിങ്ങൾ SC ഓർ SC കാറ്റഗറിയിൽ പെട്ട ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. ഇനി നിങ്ങൾ ഒരു OBC കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ അവിടെ 3 വർഷത്തെ ഏജ് റിലാക്സേഷനും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പോലെ അത്ര ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല. നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. ഇനി ഫോറിൻ കണ്ടീഷൻസിൽ, വെതർ കണ്ടീഷൻസിലൊക്കെ വർക്ക് ചെയ്യാനും നിങ്ങൾ അഡാപ്റ്റബിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ജനറൽ ആയിട്ടുള്ള വിഷൻ, അത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് രണ്ടും ഇവിടെ ആക്സെപ്റ്റബിൾ ആണ്. നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. അത് മാത്രമാണ് ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ പറയാനുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേ ലെവലിനെ പറ്റിയിട്ടാണ്. സോ പേ ലെവൽ 7 വരുന്ന ഒരു ജോബാണ്. സോ 44,000 തൊട്ട് 1,42,000 വരെയാണ് നിങ്ങളുടെ പേ വരുന്നത്. അപ്പൊ ഇതിൽ എക്സാക്ട്ലി എത്രയാണ് നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത് എന്നെല്ലാം നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബേസിക് പേ വരുന്നത് എത്രയാണോ അത് ബേസ്ഡ് ആയിട്ടാണ് ബാക്കി എല്ലാ ബെനിഫിറ്റ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ബേസിക് പേ തന്നെ വരുന്നത് 44,900 rupees ആണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും 44,900 നിങ്ങളുടെ കയ്യിൽ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ബേസിക് പേ ആണ്. അതിനുശേഷം ഈ ബേസിക് പേയിലാണ് നമ്മൾ ഡിയാനസ് അലവൻസ് അല്ലെങ്കിൽ DA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 58% ആണ് കറന്റ്ലി DA എന്ന് പറയുന്നത്. അപ്പോൾ 50% മുകളിലേക്ക് എത്തുമ്പോഴേക്കും അടുത്ത പേ കമ്മീഷൻ വരും, അതിൽ റിവിഷൻ വരും. സോ നമ്മൾ കറന്റ്ലി 7th പേ കമ്മീഷൻ ആണ്. 8th പേ കമ്മീഷൻ ജനുവരി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വീണ്ടും ഇത് ബേസ് പേ കൂടി ഇനി ഒരു 50,000 അടുത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ വരുന്ന DA എന്ന് പറയുന്നത് 26,000 rupees ആണ്. ഇത് നേരെ ഇതിലേക്കാണ് ആഡ് ആവുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്, സോ MEA മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്, നിങ്ങൾക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടുന്നത് കൂടുതലും ഡൽഹിയിൽ തന്നെയായിരിക്കും. അവിടെ ജവഹർലാൽ നെഹ്റു ഭവൻ ഉണ്ട്, MEAയുടെ ഓഫീസ് വരുന്നത് അവിടെയായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. ഇനി ചില കേസസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹോം പോസ്റ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ മേ ബി റീജിയണൽ ഓഫീസസിലോ അല്ലെങ്കിൽ ചില കേസസിൽ പാസ്പോർട്ട് ഓഫീസസിലോ ഡെപ്യൂട്ടേഷനിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും. അത്ര കോമൺ ആയിട്ടുള്ള അല്ല, പക്ഷേ ഇറ്റ് ഇസ് പോസിബിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡൽഹിയിൽ താമസിക്കുന്നത് കാരണം തന്നെ നിങ്ങൾക്ക് 30% HRA അവൈലബിൾ ആയിരിക്കും. ഇത്രയും നിങ്ങൾക്ക് ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് എല്ലാ മാസവും വരും. ട്രാൻസ്പോർട്ട് അലവൻസ് 3,600 വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ട്രാൻസ്പോർട്ട് അലവൻസിന്റെ DA എന്ന് വെച്ചാൽ ഇതിന്റെയും 58% എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. സോ ടോട്ടലി നിങ്ങളുടെ കയ്യിൽ ഒരു 90,000 അടുത്താണ് നിങ്ങളുടെ ഗ്രോസ് സാലറി വരുന്നത്. നെറ്റ് സാലറി ഒരു 75,000 അബവ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസ വരും. അപ്പോൾ ഇത് MEAയുടെ സാലറി ഇന്ത്യയിലുള്ള സാലറിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പുറത്ത് രാജ്യത്ത്, അതായത് വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കാനും അവിടുത്തെ ചെലവിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനും ഡെഫിനറ്റ്ലി ഇത് മതിയാവില്ല അല്ലെ. നിങ്ങൾ ഏത് രാജ്യത്താണോ പോസ്റ്റഡ് ആവുന്നത് ആ രാജ്യത്തെ കറൻസി അനുസരിച്ചിട്ടാണ് അവിടെയുള്ള നിങ്ങളുടെ ശമ്പളം കണക്കാക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, അമേരിക്കയിൽ പോയി ഡോളേഴ്സിൽ കിട്ടിയിട്ട് കാര്യമുണ്ടോ, അവിടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതെന്ന്. ഇല്ല, നിങ്ങളുടെ കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചറും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും വഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കാശ് നിങ്ങളുടെ സേവിങ്സ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിൻ പോസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. സോ ഫോറിൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇതിന്റെ ഒരു മേജർ ഹൈലൈറ്റ് ആണ്. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും ചോദിക്കുന്നത് നമുക്കത് ഡിനൈ ചെയ്യാൻ പറ്റുമെന്ന്. ആക്ച്വലി അങ്ങനെ ആരും ഡിനൈ ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിനൈ ചെയ്യാം, പക്ഷെ ഡിനൈ ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് വരേണ്ട കാര്യമില്ല അല്ലെ. ഫോറിൻ പോസ്റ്റിംഗ് ആണ് ഈ ഒരു ജോബിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അത് നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ അത് ഡിനൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിനൈ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ്, ടോട്ടൽ നിങ്ങൾക്കപ്പോൾ വിദേശത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നതെങ്കിൽ നിങ്ങളുടെ സാലറി 2 lakh to 4.5. സോ 4.5 വരെ എന്ന് പറയുന്നത് ഇച്ചിരിയും കൂടി ഉണ്ട്. മേ ബി നിങ്ങളൊരു 2 to 3 lakhs ഒരു ആവറേജ് സാലറി നിങ്ങൾക്ക് കണക്കാക്കാം. അത്രയും നിങ്ങൾ ഏത് രാജ്യത്താണോ പോസ്റ്റഡ് ആവുന്നത് അതിനനുസരിച്ച് സാലറി ലഭിക്കുന്നതായിരിക്കും.
ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് അവിടെ ഫോറിൻ അലവൻസ് കിട്ടും. ഇവിടുത്തെ പേയ്മെന്റിലായിരിക്കില്ല നിങ്ങൾക്ക് അവിടെ സാലറി കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേയ്മെന്റ് ഇത്രയും കൂടുന്നത്. പിന്നെ പല രാജ്യങ്ങളും ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. സോ കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ്സും വരും. അതിന് ശേഷം പല കൺട്രീസിനനുസരിച്ചിട്ടുള്ള ടാക്സ് ബെനിഫിറ്റ്സും അവിടെ അപ്ലൈഡ് ആകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സാലറി അവിടെ ലഭിക്കുന്നത്. അപ്പൊ ഇമാജിൻ, നിങ്ങളിപ്പം ഒരു 3 lakhs ആണ് നിങ്ങളുടെ സാലറി വരുന്നതെന്ന് വിചാരിക്കുക. ഒരു വർഷത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിലും അത്രയും പൈസ നിങ്ങൾക്ക് അവിടെ ഒരു വർഷത്തേക്കുള്ള ഇൻകം ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും, നിങ്ങളുടെ സ്റ്റേയും, നിങ്ങളുടെ ബാക്കിയുള്ള ട്രാവൽ എക്സ്പെൻഡിച്ചേഴ്സും, നിങ്ങളുടെ ഫാമിലി ഡിപ്പെൻഡൻസിന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ വൈഫിന് ഇതിന്റെ പേരിൽ ഒരു 6 months വരെ ലീവ് എടുക്കാൻ വരെ പറ്റും. പിന്നെ നിങ്ങളുടെ ചിൽഡ്രന്റെ 12th standard വരെയുള്ള വിദ്യാഭ്യാസം ഇന്റർനാഷണൽ സ്കൂളുകളിൽ സാധ്യമാക്കും. അതും സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അതെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവിടെ എക്സ്പെൻഡിച്ചർ ഒന്നും എക്സ്ട്രാ ആയിട്ട് വേണ്ടി വരില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തൊക്കെ അലവൻസുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഹൗസിംഗിനെ പറ്റി നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. ഹൈലി സേവിംഗ് ആണ് വരുന്നത്. സോ ടോപ്പ് ഇന്റർനാഷണൽ സ്കൂളുകളിലായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുക. അതും കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽസിലായിരിക്കും നിങ്ങൾക്ക് പോകേണ്ടി വരിക. അതും ഗവൺമെന്റ് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഈ ജോലിയുടെ ജോബ് പ്രൊഫൈലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ബേസിക്കലി ഒരു ഹൈലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് IFS ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുകയാണ്. അത് നമ്മുടെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഓഫീസേഴ്സ് ആണ്. മറ്റുള്ള കൺട്രീസിൽ നിന്നും വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള മേ ബി പ്രൈം മിനിസ്റ്റേഴ്സോ അവിടുത്തെ പ്രസിഡന്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും VVIPs ഒക്കെ വരുന്ന സമയത്ത് അവരുടെ സ്റ്റേ ഇന്ത്യയിൽ ഏറ്റവും ഈസി ആക്കുക, ഏറ്റവും അവർക്ക് മെമ്മറബിൾ ആക്കുക, ഒരു കാര്യത്തിൽ പോലും കോംപ്രമൈസ് ഇല്ലാതെ നിങ്ങൾ കംപ്ലീറ്റ്ലി അത് കൺവീനിയന്റ് ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൈമറി ടാസ്ക്. ഓക്കെ, അപ്പോൾ നോർമലി ഇതൊരു ക്ലറിക്കൽ ജോലി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോബ് ടൈമിംഗ് വരുന്നത് 9:30 to 6 PM അല്ലെങ്കിൽ ആ മോർണിംഗ് ടു ഈവനിങ് ആണ്. പക്ഷെ ഇൻ കേസ് നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമോ എന്തെങ്കിലും ഇവന്റോ നടക്കുന്നുണ്ടെങ്കിൽ 6 മണിയായി വീട്ടിൽ പോവാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അന്നേരം നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്റ്റേ ബാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഇന്ത്യയുടെ കാര്യങ്ങളാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇത്ര ടൈമിന്റെ ഉള്ളിൽ അത് തീർക്കാം, ആ ഒരു റിലാക്സേഷൻ ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ ഇത് ഇന്റർനാഷണൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് എന്തെങ്കിലും ഡിലേ വന്നാൽ അവിടെ ഇന്ത്യക്കാണ് ബാഡ് നെയിം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി വളരെ പങ്ക്ച്വൽ ആയിട്ട് ഡ്യൂട്ടീസ് ഒക്കെ വളരെ കൃത്യമായിട്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട ഒരു ജോലിയാണ് MEA ഇൻ ASO ഇൻ MEA എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇനി ഇതിൽ വരുന്ന പ്രൈമറി റോൾ എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് വർക്ക് ആണ്. ഓക്കെ, സോ അതില് നിങ്ങളായിരിക്കില്ല അത്തരം ഡിസിഷൻസ് എടുക്കുന്നതും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും. പക്ഷെ സ്റ്റിൽ നിങ്ങളുടെ സുപ്പീരിയേഴ്സ് പറയുന്ന റിപ്പോർട്ട്സ്, ഫയൽസ്, മെയിൽസ്, റിപ്ലൈസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അതെല്ലാം പക്കാ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? സോ ഇതാണ് നിങ്ങളുടെ പ്രൈമറി ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്റർനാഷണൽ ട്രീറ്റീസും MOUസും ഒക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നമ്മുടെ രാജ്യവുമായിട്ട്, ഇന്ത്യയുമായിട്ട് കാനഡയ്ക്ക് ഒരു കോൾ റിസർവോ സംതിങ് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററിൽ അവർക്ക് ഒരു ട്രീറ്റിയിലേക്ക് എൻ്റർ ചെയ്യണമെന്നോ എന്തെങ്കിലും വിചാരിക്കുക. അപ്പോൾ അവർ നേരെ ഇന്ത്യൻ ഗവൺമെന്റിനെ അല്ല, അല്ലെങ്കിൽ നേരെ ആ ഒരു ഹെഡിലേക്കല്ല പോകുന്നത്. അതിന് പകരം അവർ ഫോർവേഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് MEAയിൽ കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നേഷൻസ് തമ്മിലുള്ള ടോക്കുകൾക്കൊക്കെ നമ്മളൊരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളും നടക്കേണ്ടതും MEAയിലൂടെ തന്നെയാണ്. ഇനി നമുക്കറിയാം, ഇന്ത്യൻസ് ഒത്തിരി പല കൺട്രീസിൽ താമസിക്കുന്നുണ്ട് അല്ലെ? അമേരിക്കയിലുണ്ടാകും, പിന്നെ വേറെ പല പല നേഷൻസിലുണ്ടാകും. അപ്പൊ അതേപോലെ തന്നെ മറ്റുള്ള രാജ്യക്കാര് നമ്മുടെ നാട്ടിലും താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് എങ്ങനെയാണോ വിദേശത്ത് ഇന്ത്യൻ എംബസി ഉള്ളത്, അതുപോലത്തെ അവരുടെ എംബസീസ് നമ്മുടെ മണ്ണിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എംബസീസിൽ ആയിരിക്കും അവരുടെ ഒഫീഷ്യൽസ് ഒക്കെ വരുന്നത്. അപ്പൊ അവരുമായിട്ടുള്ള കോർഡിനേഷനും ഈ MEAയിലെ ASOകളാണ് ചെയ്യേണ്ടത്. ക്ലിയർ? സോ ഈ എംബസി ടു എംബസി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഈ MEAയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ മിഷൻസ് അബ്രോഡ്, ദാറ്റ് ഈസ് നമ്മുടെ
പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ എംബസിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത്, ഇന്ത്യൻ എംബസിയുമായി കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതും നമ്മുടെ MEAയിലെ സ്റ്റാഫുകൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു കേസസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള രാജ്യത്തേക്കും പോകാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റും അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് പോലെ തന്നെയായിരിക്കും. IFS ഓഫീസേഴ്സിന്റെ ഒക്കെ പോലെ നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടൽസിൽ തന്നെയായിരിക്കും നിങ്ങളുടെ താമസം വരുന്നത്. അപ്പോൾ എല്ലാ അക്കോമഡേഷനും എല്ലാ എക്സ്പെൻസസും ഓൾറെഡി പെയ്ഡ് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സ്പോഷറും ഒരുപാട് റിലേഷൻഷിപ്പ് ആൻഡ് നെറ്റ്വർക്കും കിട്ടുന്ന ഒരു ജോലിയാണ്. വിദേശത്തുള്ള ഒരു ജോലി മാത്രമല്ല, നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ വളരെ ഫാബുലസ് ആയി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ വർക്ക് ലൊക്കേഷൻ എവിടേക്കാണെന്ന് നോക്കാം. സോ മെയിൻ ആയിട്ട് നിങ്ങൾ വിദേശത്തല്ല പോകുന്നതെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത് ന്യൂഡൽഹിയിലായിരിക്കും. അവിടെ ജവഹർലാൽ നെഹ്റു ഭവനിലാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കത് ഫോറിൻ പോസ്റ്റിംഗ് വേണമെങ്കിൽ ഡിനൈ ചെയ്യാം, പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ഹോം പോസ്റ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ റീജിയണൽ ഓഫീസസിൽ അല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസുകളിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. അതും ഡെപ്യൂട്ടേഷനിലും. അത് അത്ര കോമൺ അല്ല, പക്ഷേ പോസിബിൾ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നും എങ്ങനെയാണ് മറ്റൊരു കൺട്രിയിലേക്ക് പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ പോസ്റ്റിംഗ് ഒരു കൺട്രിയിലാണ്, അവിടുന്ന് നേരെ അടുത്ത കൺട്രിയിലേക്ക് പോകാൻ പറ്റുമോ? യെസ്, ഡെഫിനറ്റ്ലി പോകാൻ പറ്റും. നിങ്ങൾ ജോലിയിൽ കയറി ഒരു 2 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ASുമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 2 ഇയേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ഫോറിൻ പോസ്റ്റിങ്ങിന് എലിജിബിൾ ആണ്. പക്ഷേ നോർമലി ഒരു 3 ഇയേഴ്സ് കഴിയുമ്പോഴാണ് ആൾക്കാർ പോകുന്നത്. എന്നിട്ട് അവിടെ പോയി ഒരു 2 to 3 ഇയേഴ്സ് ആയിരിക്കും നിൽക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു 2 ഇയേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നെക്സ്റ്റ് കൺട്രിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഫോറിൻ കൺട്രിയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്ക് നിങ്ങൾക്ക് നേരെ പോകാം, അതിന് തടസ്സമില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഏതൊക്കെ കൺട്രീസിലാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുക? സോ പോകാൻ പറ്റുന്ന കൺട്രീസിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഇവിടെ സൂപ്പർ കാറ്റഗറി, കാറ്റഗറി A, B, C ആൻഡ് ഹാർഡ് C എന്ന് പറയുന്ന 4 കാറ്റഗറീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ രണ്ടിനെ ഒന്നായിട്ട് എടുക്കാം. അപ്പോൾ ഈ കാറ്റഗറീസിൽ നിങ്ങൾ എലിജിബിൾ ആയി മേ ബി ഒരു ഫസ്റ്റത്തെ 3 ഇയേഴ്സിന് ശേഷം നിങ്ങൾക്ക് ആദ്യം തന്നെ പോസ്റ്റിംഗ് വരുന്നത് ന്യൂയോർക്കിൽ ആയിരിക്കില്ല. സോ വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ് ഈ സൂപ്പർ കാറ്റഗറിയിലും കാറ്റഗറി A ഉള്ള കൺട്രീസിലേക്ക് പോകുള്ളൂ. നിങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ C അല്ലെങ്കിൽ ഹാർഡ് C കാറ്റഗറിയിലേക്കായിരിക്കും വിടുന്നത്. അത് ചിലപ്പോൾ ആഫ്രിക്ക ആയിരിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഭൂട്ടാനോ ബാങ്കോക്ക്, ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ഇത്തരം കൺട്രീസിലേക്കായിരിക്കും ഇനീഷ്യലി നിങ്ങൾ സെൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് സൂപ്പർ കാറ്റഗറിയിലേക്കുള്ള കൺട്രീസിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫോറിൻ പോസ്റ്റിംഗ് വരുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി മാൻഡേറ്ററി ആയിട്ട് ട്രെയിനിങ് ഉണ്ട്. സോ ഇവിടെ CGL എക്സാം നിങ്ങൾ എഴുതുന്ന സമയത്ത് നോർമൽ സാധാരണ എല്ലാവരും എഴുതുന്ന പോലെ തന്നെ എക്സാമേ ഉള്ളൂ. അവിടെ എക്സ്ട്രാ ടെസ്റ്റ് ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണോ പോകുന്നത് ആ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഇപ്പൊ അമേരിക്കയിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇംഗ്ലണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഫ്രാൻസിലേക്ക്, പാരീസിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ ഫ്രഞ്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കൺട്രീനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. സോ അത് JNUവിലാണ് ആ ഒരു ട്രെയിനിങ് നടക്കാറ്. 30 days ഓഫ് ട്രെയിനിങ് ഉണ്ടാവും. ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് FSI JNUവിലാണ് ആ ട്രെയിനിങ് നടക്കാറ്. സോ ഈ ട്രെയിനിങ്ങിന് ശേഷമാണ് നിങ്ങൾക്ക് കൺട്രിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഏത് കൺട്രിയിലാണോ നിങ്ങൾ പോകുന്നത് അവിടുത്തെ ലാംഗ്വേജ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ കരിയർ പ്രൊമോഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഒരു ASO ആയിട്ടാണ്. അപ്പോൾ അതിനുശേഷം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് സെക്ഷൻ ഓഫീസർ ആകാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രൊമോഷന് ശേഷം ഈ ഒരു പ്രൊമോഷനിലേക്ക് വരുമ്പോൾ തൊട്ട്, അതായത് അണ്ടർ സെക്രട്ടറി തൊട്ട് ഇങ്ങോട്ട് വരുന്നതൊക്കെ UPSC റാങ്ക് ആണെന്ന് വെച്ചാൽ സെക്കൻഡ് പ്രൊമോഷൻ തൊട്ട് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. സോ ഇത് നോൺ ഗസറ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊമോഷൻ ഗസറ്റഡ് പോസ്റ്റ് ആണ്. രണ്ടാമത്തെ പ്രൊമോഷൻ തൊട്ട് UPSCയുടെ പോസ്റ്റ് ആണ് താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ലീവ്സ് നോക്കുകയാണെങ്കിൽ നോർമലി സെൻട്രൽ ഗവൺമെന്റിലുള്ള എല്ലാ ഫെസിലിറ്റീസും എവിടെയും കിട്ടും. 8 ദിവസമാണ് ഒരു ഇയറിൽ കാഷ്വൽ ലീവ്സ് വരുന്നത്. ഏൺഡ് ലീവ് 30 days വരുന്നുണ്ട്. ഹാഫ് പേ ലീവ് 20 days ഉണ്ട്. ഇനി സ്പെഷ്യൽ ഫോറിൻ സർവീസിന് എക്സ്ട്രാ ലീവ് വരുന്നുണ്ട്. LTC ലീവ് ട്രാവൽ കൺസെഷൻ ഉണ്ട്. ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെ ട്രാവൽ ചെയ്യണമെങ്കിലും അത് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നതായിരിക്കും. സോ നോർമൽ ഒരു 9 to 5 അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടു ഈവനിങ് ടൈപ്പ് ഓഫ് ജോബ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോലി കൂടിയാണിത്.
ഓക്കെ. സോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻറ്റ്? സോ സെൻട്രൽ ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റിൽ വരുന്ന ഒരേ ഒരു ഫോറിൻ പോസ്റ്റിംഗ് വരുന്ന ജോലിയാണ് ഈ ASO ഇൻ MEA എന്ന് പറയുന്നത്. പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റിന് ഇത്രയും അധികം ഡിമാൻഡും ഇത്രയും അധികം പ്രത്യേകതയും. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനും നല്ല സാലറിയും നല്ല പ്രസ്റ്റീജും സമൂഹത്തിൽ റെസ്പെക്റ്റും അതിൻ്റെ കൂടെ തന്നെ നല്ല വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. ഇത്തരത്തിലുള്ള എംപ്ലോയീസിന്റെ മക്കൾക്ക് IITസിലും ഒക്കെ അവർക്ക് റിസർവേഷൻ എക്സ്ട്രാ വേറെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോലിയാണിത്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ജോലിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ജോലിയിൽ നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, ഈ വരുന്ന SSC CGL എക്സാമിനായിട്ട് നന്നായിട്ട് പഠിക്കുക. SSCയുടെ കാലണ്ടർ ഉടനെ വരുന്നുണ്ട്. സോ കാലണ്ടർ പ്രകാരം SSCയുടെ CGL എക്സാമിനേഷൻ 2026 നടക്കും. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ സെപ്റ്റംബറിലൊക്കെയാണ് എക്സാമെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഇഷ്ടം പോലെ സമയമുണ്ട് നന്നായി പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും എക്സാം ക്രാക്ക് ചെയ്യാനും. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളിവിടെ SSCയുടെ സൂപ്പർ 30 1 ഇയർ ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങളെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സൂപ്പർ 30 എന്ന് വെച്ചാൽ ഈ ബാച്ചിൽ ആകെ 30 സ്റ്റുഡൻസേ ഉണ്ടാവുകയുള്ളൂ. സോ അത്തരത്തിലുള്ള പല ബാച്ചസ് ആയിരിക്കും. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും നല്ല അറ്റൻഷൻ വരുന്ന രീതിയിലായിരിക്കും നമ്മുടെ ബാച്ചസ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ബിഗിനർ ആണെങ്കിൽ പോലും നമ്മുടെ ട്രെയിനിങ് കൊണ്ട് നിങ്ങളുടെ ബേസിക് പ്രിപ്പറേഷനും വീക്കർ ഏരിയ സ്ട്രെങ്തനിങ്ങും Tier 2 ലെവൽ പ്രാക്ടീസും ഒക്കെ നമ്മൾ എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിനുള്ള ലൈവ് ക്ലാസ്സുകൾ രാത്രിയിലാണ് അധികവും വരുന്നത്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വരുന്നുണ്ട്. മെന്റർഷിപ്പ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരൊറ്റ ബാച്ചിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ വന്നാൽ തീർച്ചയായിട്ടും കോമെന്റ്സിലൂടെ നമ്മൾ എഴുതി അറിയിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ASOസിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി SSC CGLനെ പറ്റി മൊത്തത്തിൽ എല്ലാ ജോബ് പ്രൊഫൈൽസും പറയുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കോമെന്റ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തൊക്കെ വീഡിയോസ് ആണ് ഇനിയും നിങ്ങൾക്ക് വേണ്ടത്, സജഷൻസ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കാം. അപ്പോൾ ഇനി അടുത്ത തവണ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.